Hi. In today's session, we are continuing our number system. This is class 3. In previous class, we have studied about expansion of a number and number of training symbols, etc. In today's class, we are going to learn divisibility rule. So, first divisibility 2 ആണ്. എല്ലാ ഈവൻ നമ്പേഴ്സും 2 മൾട്ടിപ്പിൾ ആണ്. സോ അത് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പക്ഷെ 4 കേസ് എടുത്ത് നോക്കിക്കേ, എല്ലാ ഈവൻ നമ്പേഴ്സും 4 മൾട്ടിപ്പിൾ ആണോ? ആയിരിക്കില്ല. കാരണം 2 2 ഉണ്ടല്ലോ 4. ഫോർ എക്സാമ്പിൾ 4 8 4 2 4 എന്ന ഈ വലിയ സംഖ്യ എടുക്കുക. ഇത് 4 ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ലാസ്റ്റ് ഡിജിറ്റ് എടുത്തിട്ട്, അതായത് ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് 24 ആണ്. 24 4 മൾട്ടിപ്പിൾ അല്ലേ? ദാറ്റ് ഈസ് 4 into 6. ഓക്കെ. അപ്പോൾ ഡിവിസിബിലിറ്റി ബൈ 4 എന്ന് പറയുന്നത് ലാസ്റ്റ് 2 ഡിജിറ്റ് സെറ്റ് ചെയ്യുക. അത് 4 മൾട്ടിപ്പിൾ ആണോ നോക്കുക. ഓക്കെ. നോ ഇനി എട്ടിന്റെ ഡിവിസിബിലിറ്റി എങ്ങനെയായിരിക്കും സെറ്റ് ചെയ്യാൻ പറ്റുക? ഇവിടെ ഫോർ എക്സാമ്പിൾ നമുക്കൊരു നമ്പർ എടുക്കാം. 2 4 7 8 6 4. ഈ ഒരു വലിയ സംഖ്യ 8ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? 4ന്റെ കേസിൽ നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് 2 എടുത്തു. 8ന്റെ കേസ് വരുമ്പോഴേക്കും നമ്മൾ മൂന്നെണ്ണം എടുക്കണം. ലാസ്റ്റ് 3 ഡിജിറ്റ് എടുത്തിട്ട് ഇത് 8ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കണം. നോക്കിക്കേ, 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 0 8 എന്ന് കിട്ടുമല്ലോ. ഓക്കെ. 8 8ഉം 64ഉം ആണ്. എന്നൊക്കെ തന്നെ അത് 8ന്റെ മൾട്ടിപ്പിൾ ആണെന്നുള്ളത് നമുക്ക് വ്യക്തമാവും. ഇനി നമ്മൾ വരുമ്പോൾ 3യുടെ ഫാമിലിയിലോട്ടാണ്. ഓക്കെ. 3യുടെ ഫാമിലി എടുക്കുമ്പോൾ ഫസ്റ്റ് ഡിവിസിബിലിറ്റി ബൈ 3 നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഒരു നമ്പർ എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ആ സമ്മ 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 1 2 3. ഓക്കെ. ഇതിന്റെ ഡിജിറ്റ്സിന്റെ സമ്മ എന്താണ്? 1 + 2 + 3 എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ. 6 3യുടെ മൾട്ടിപ്പിൾ ആണ്. സോ ആ നമ്പറും 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ. ഇനി ചെക്ക് ചെയ്യാൻ 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 3ഉം 2 അല്ലേ? എന്നപ്പോ നമ്മൾ ആദ്യം നോക്കണം ആ നമ്പർ ഈവൻ നമ്പർ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാൻ. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 3യുടെ മൾട്ടിപ്പിൾ ആണോ നോക്കണം. 2 5 6 1 4. ഇത് 4ലാണ് എൻഡ് ചെയ്തത്. സോ ഇതൊരു ഈവൻ നമ്പർ ആണ്. ഇനി ഇതിന്റെ 5 + 6 + 1 + 4 എത്രയാണ്? 7 13 14 18. അത് 3യുടെ മൾട്ടിപ്പിൾ ആണ്. സോ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 6. ഓക്കെ. ഇനി 9 വരുമ്പോൾ എങ്ങനെയാണ്? 9 വരുമ്പോൾ 3യെ പോലെ തന്നെ ഡിജിറ്റ്സിന്റെ സമ്മ് 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ 7 2 9 എടുക്കുക. ഇതിന്റെ സമ്മ് എന്താണ്? 7 + 2 + 9 ദാറ്റ് ഈസ് 18. 18 എന്ന് പറയുന്നത് 2 into 9 അല്ലേ? അപ്പൊ 9ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലയോ നമ്മൾ ചെക്ക് ചെയ്യാം. 7 11 and 13. ഇത് ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മൾ ഇത്ര നേരം കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഡിവിസിബിലിറ്റി റൂൾസ് ആണ് പഠിച്ചത്. ഇനി 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരു സംഖ്യ എടുക്കും. ലൈക്ക് 7 9 8. ഈ സംഖ്യയുടെ ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ മാറ്റി വെച്ചിരിക്കണം. എന്നിട്ട് ഈ ലാസ്റ്റ് ഡിജിറ്റിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര കിട്ടും? 16 കിട്ടും. ഈ 16 നമ്മുടെ ഫസ്റ്റ് 2 ഡിജിറ്റ്, അതായത് 79 ഈ 16 കുറയ്ക്കുക. നമുക്ക് എന്ത് കിട്ടും? 63 കിട്ടത്തില്ലേ? ഈ 63 എന്ന് പറയുന്നത് 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അങ്ങനെയാണ് നമ്മൾ 7ന്റെ ഡിവിസിബിലിറ്റി കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? ലൈക്ക് ഇതിനെ ഓസിലേറ്റിംഗ് നമ്പർ എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ആദ്യമേ നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് എടുത്തിട്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതിനുശേഷം റെസ്റ്റ് ഇനി ബാക്കിയുള്ള മുന്നോട്ടുള്ള നമ്പേഴ്സിൽ നിന്നും ഈ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പർ, ഓക്കെ, അങ്ങനെയാണ് 7ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി കൺസിഡർ ചെയ്യാം. 1 1 1 1 7 2 8 എടുത്ത് നോക്കാം. 9. ഓക്കെ. നമ്മുടെ രാമാനുജൻ നമ്പർ ആണ്. ഓക്കെ. 2 9.
ഈ 9നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എത്ര കിട്ടും? 4, 5, 1. ഓക്കെ. ഈ 154 എന്ന് പറയുന്നത് ഇനി 7ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കാൻ എന്ത് ചെയ്യണം? ഈ 154നെ എടുത്ത് എഴുതിയിട്ട് ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റില് 4നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടും. ഈ 8 15ൽ നിന്ന് മനസ്സിലായി 7ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 0 കിട്ടിക്കഴിഞ്ഞാൽ അത് ഡിവിസിബിൾ ചെയ്യും. ഓക്കെ, ഡിവിസിബിൾ ബൈ 7 മനസ്സിലായെന്ന് വരും. ഓക്കെ, ഇതാണ് കുറച്ചെങ്കിലും ഡിവിസിബിലിറ്റി കൊണ്ടാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്. 7ന്റെ ഡിവിസിബിലിറ്റി ആണ്. ഇനി 11ന്റെ ഡിവിസിബിലിറ്റി നോക്കാം. ഇത് ഭയങ്കര എളുപ്പമാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, നമ്മൾ 1, 3, 1 നമ്മൾ സംഖ്യ എടുത്തു. നമ്മൾ ഇതിന്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? നമ്മൾ ഓൾട്ടർനേറ്റ് നമ്പേഴ്സ്, അതായത് 1, 3 അതാണല്ലോ ഇവര് തമ്മിൽ ആഡ് ചെയ്യണം. 3 + 1. ഓക്കെ, ഇനി ബാക്കിയുള്ള ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് 3ഉം 1ഉം -3. ഈ ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് അവരുടെ മൈനസ് ലൈക്ക് ഫസ്റ്റ് പൊസിഷനും അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ട് അങ്ങനെ ഈവൻ ഓഡ് പൊസിഷൻസിലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സ് എടുത്തിട്ട് അത് ആഡ് ചെയ്തിട്ട് പരസ്പരം മൈനസ് ചെയ്യണം. ഇനി അത് മനസ്സിലായെങ്കിൽ ഒന്നുകൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 to 1 അതിന്റെ ഓഡ് പ്ലേസസ് കിടക്കുന്നവരൊക്കെയാണ് 1 + 1. ഈവൻ പ്ലേസസ് കിടക്കുക ഈവനിന് മനസ്സിലാവുക 2. ദാറ്റ് ഈസ് 0. ഇങ്ങനെയാണ് 11th ഡിവിസിബിലിറ്റി നോക്കാം. ഇനി 13th ഡിവിസിബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. നമ്മൾ ഇത് ഓസിലേറ്റിംഗ് നമ്പർ തന്നെയാണ്. ലൈക്ക് 7 നമ്മൾ ചെയ്ത അതേ രീതിയിലാണ് 13th പോകുന്നത്. ഓക്കെ, നമുക്ക് 442 എന്ന് പറയുന്ന ഒരു സംഖ്യ ഉണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ 7ന്റെ കേസിൽ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ 13ന്റെ കേസിൽ നമ്മൾ ഈ ലാസ്റ്റ് ഡിജിറ്റിനെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 2 × 4 8 ഉണ്ട്. ഈ 8 എടുത്ത് താഴോട്ട് ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ 52 കിട്ടും. അതായത് 13ന്റെ ഡിവിസിബിലിറ്റി വരുമ്പോൾ 7ന്റെ ഡിവിസിബിലിറ്റി വരുമ്പോൾ -2 എന്ന് വെച്ചാൽ ലാസ്റ്റ് ഡിജിറ്റ് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റെസ്റ്റ് ഓഫ് നമ്പേഴ്സ് വെച്ചിട്ട് മീൻസ് സബ്സ്ട്രാക്ട് ചെയ്യണം. 13ന്റെ കാര്യം വരുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റെസ്റ്റ് ഓഫ് ദ ഡിജിറ്റുകളിൽ നിന്ന് അത് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ റെസ്റ്റ് ഓഫ് ഡിജിറ്റ്. ഓക്കെ, 52 എന്ന് പറയുന്നത് 13ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ഡിവിസിബിലിറ്റി അത് 5, 10 ആണ്. പിന്നെ 0 അല്ലെങ്കിൽ 5 ആയിരിക്കും അതിന്റെ എൻഡിങ് നമ്പർ. 10 ആയിരിക്കും. 12 ഞാനൊരു ജനറൽ ഫോർ എക്സാമ്പിൾ 12 ആകാം, 15 ആകുമ്പോൾ ഇവരുടെ ഫാക്ടേഴ്സ്, അതായത് ഇപ്പൊ 12നകത്ത് 3ഉം 4ഉം ആണ് ഫാക്ടേഴ്സ്. എന്നപ്പോൾ ആ തന്നിരിക്കുന്ന നമ്പർ 3യുടെ മൾട്ടിപ്പിൾ 3 ഡിവിസിബിലിറ്റി റൂൾ അപ്ലൈ ചെയ്യുക, 4ന്റെ ഡിവിസിബിലിറ്റി റൂൾ അപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. 15 വരുമ്പോൾ എന്തായിരിക്കും 5ന്റെയും 3യുടെയും ഡിവിസിബിലിറ്റി റൂൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, നമുക്കിനി കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മൾ തന്നിരിക്കുന്നത് ഇഫ് all the left are different integers both divisible by 5, then which of the following is not necessarily true? നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഫോൾസ് ആയിട്ട് മീൻസ് തീർച്ചയായിട്ടും മൊത്തത്തിൽ ട്രൂ ആണെന്ന് പറയാൻ പറ്റാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മനസ്സിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ എപ്പോഴും നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണോ എന്ന് പറയണമെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചാൽ അത് ഫോൾസ് എന്ന് പറയാം. പക്ഷെ എപ്പോഴും ട്രൂ ആണ് ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ അതിന് വലിയ വലിയ തിയറീസും ഡെറിവേഷൻസും ആയിട്ട് വരും. ഇവിടെ നമ്മൾ വിചാരിക്കുന്നത് ഫോൾസ് ആണ്. അപ്പൊ ഒരു എക്സാമ്പിൾ മതി ആ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണോ അല്ലയോ, ഫോൾസ് ആണോ അല്ലയോ എന്നല്ല, എപ്പോഴും ഫോൾസ് ആണോ അല്ലയോ അല്ലെങ്കിൽ എവിടെയിലൊക്കെ അത് തെറ്റ് പറ്റുമോ എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ നമ്മൾ ഇട്ടാൽ. സോ കൺസിഡറിങ് 1, 2 മൾട്ടിപ്പിൾസ്. ഓക്കെ, ഇവിടെ 6 ദിവസം നമുക്ക് തന്നിട്ടുണ്ട്. 6നെ നമ്മൾ 10 ആയിട്ട് കൺസിഡർ ചെയ്യാം. 6ന് നമ്മൾ 10 എന്നുള്ള വാല്യൂ എടുക്കുകയാണ്. എസിന് നമ്മൾ 5 എന്നുള്ള വാല്യൂ എടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. അവിടെ 10ഉം 5ഉം ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? R - S definitely it will be divisible by 5 അല്ലേ, equal to 5. അതിപ്പോ ഒരു ജനറൽ ആയിട്ട് 5A 5B എന്നുള്ള നമ്പർ കൊടുത്താലും അത് എപ്പോഴും 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. R + S is divisible by 10.
ടെൻ ആയിട്ട് ഡിവിസിബിൾ ആയിരിക്കും അല്ലോ എന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. എപ്പോഴും എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിനെ നമുക്ക് ഒരു ചെറിയ എക്സാമ്പിളിൽ അങ്ങനെ അല്ലാതെ കാണിക്കാൻ പറ്റും. അതായത് 10+5 എന്ന് പറയുന്നത് 15 ആണ്. ഈസ് ഇറ്റ് ഡിവിസിബിൾ ബൈ 10? നോ, ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 10. 5 വെച്ച് ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും എപ്പോഴും ട്രൂ ആയിരിക്കും. പക്ഷേ 10 is in further options. ഇത് ഡൗട്ട് വരുവാണെങ്കിൽ തിരിച്ച് ട്രൂ ആണെന്ന് ചോദിക്കുന്ന കേസുകൾ വരുവാണെങ്കിൽ നമുക്ക് ആറിനെ 5A എന്നും എസിനെ 5B എന്നും കൺസിഡർ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വരും? 5A minus 5B which is equal to 5 into A minus B. So it will be definitely divisible by 5. കാരണം 5ന്റെ മൾട്ടിപ്പിൾ ആണ് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വായിച്ചു നോക്കിക്കേ. തന്നിരിക്കുന്നത് an integer number leaves remainder 0 when divided by 3. How many values of B are possible? നമുക്കൊരു 8-digit നമ്പർ തന്നിട്ടുണ്ട്. അത് 3 ആയിട്ട് ഡിവിസിബിൾ ആണെന്നാണ് പറയുന്നത്. അതായത് 3യുടെ മൾട്ടിപ്പിൾ ആണ് 8-digit നമ്പർ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഡിജിറ്റ്സിന്റെ എല്ലാം സം എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 0 ആയിരിക്കും. ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് റിമൈൻഡർ 0 ആണ് നിൽക്കുക. അതായത് 3യുടെ മൾട്ടിപ്പിൾ ആണ് ഈ വലിയ ഡിജിറ്റ്. സോ നമുക്ക് ബി ആണ് കണ്ടുപിടിക്കട്ടെ. ബിയുടെ പോസിബിൾ വാല്യൂസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതിനെന്ത് ചെയ്യണം? ആദ്യം നമ്മൾ സം ഓഫ് ദ ഡിജിറ്റ്സ് എടുക്കണം. ഓക്കെ, ദാറ്റ് ഈസ് 4 plus 2 plus 5 plus 2 plus 7 plus 4 plus 6 plus D എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ എത്രയാവും? 7, 12, 14, 21, 30. 30 അല്ലേ? നോക്കിക്കേ, 6, 11, 13, 20, 30. 30 പ്ലസ് ബി എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, ഈ 30യുടെ ഏതൊക്കെ നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 3യുടെ മൾട്ടിപ്പിൾസ് കിട്ടുക? 30 കഴിഞ്ഞിട്ട് 30യുടെ 0 ആഡ് ചെയ്താൽ 30 തന്നെ കിട്ടും. ബി ആഡ് ചെയ്താൽ 33 കിട്ടും. അത് 3യുടെ മൾട്ടിപ്പിൾ അല്ലേ? 6 ആഡ് ചെയ്താൽ 9 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 30, 33, 36, 39. ഓക്കെ, അപ്പൊ അത് 4 ഓർത്തരം. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ബി എന്ന് പറയുന്ന ഡിജിറ്റ് ഫസ്റ്റ് ഡിജിറ്റ് ആയിരുന്നെങ്കിലോ ഇവിടെ എത്ര പോസിബിൾ ഓപ്ഷൻസ് വരാൻ പറ്റും? നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 8-digit നമ്പർ ആണ്. ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിജിറ്റ് ആയിരുന്നു. അതായത് ബി 4, 2, 5 അങ്ങനെ ആയിരുന്നു തന്നിരുന്നെങ്കിൽ നമുക്ക് ബിക്ക് എത്ര വാല്യൂ വരും? അവിടെ 3 വാല്യൂസ് വരാൻ പറ്റത്തുള്ളൂ. കാരണം എന്താ? നമുക്ക് ഒരിക്കലും ഫസ്റ്റ് ഡിജിറ്റ് 0 ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഫസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ അതൊരു 8-digit നമ്പർ അല്ല ആവുക, അതൊരു 7-digit നമ്പർ ആയിട്ടായിരിക്കും മാറുക. പക്ഷെ നമുക്ക് ഓൾറെഡി ക്വസ്റ്റിനകത്ത് 8-digit നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്ര പക്ഷെ നമ്മുടെ ഒറിജിനൽ ക്വസ്റ്റിനകത്ത് ബി ലാസ്റ്റ് ഡിജിറ്റ് ആയതുകൊണ്ട് നമുക്ക് 0 കൺസിഡർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഡിജിറ്റ് ആയിരുന്നെങ്കിൽ 0 കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ആ കാര്യം കൂടി നോട്ട് ചെയ്തേക്കാം. നമ്മൾ പറഞ്ഞ ഡിവിസിബിലിറ്റി റൂൾ വെച്ചിട്ട് ഈ വലിയ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 7 ഡിവിസിബിൾ ആണോ എങ്ങനെ? ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 7 ഡിവിസിബിൾ ആണെന്ന്. ഇതിലാണ് നമ്മൾ വേറൊരു ഷോർട്ട് കട്ട് കൂടി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്പറിനെ, ഈ വലിയ നമ്പറിനെ എടുക്കുക, എന്നിട്ട് പുറകിൽ നിന്ന് ചായിട്ട് കൺവേർട്ട് ചെയ്യും. 259P 250 എന്ന് പറയുന്ന അടുത്ത ട്രിപ്ലെറ്റായി. 981 എന്ന് പറയുന്ന അടുത്തതായി. 37 ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ടിന് 0 എന്നുള്ളത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ട്രിപ്ലെറ്റായി. ഇനി എന്ത് ചെയ്യണം? ഈ ട്രിപ്ലെറ്റിനെ എല്ലാം ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും ഞാൻ ഉദ്ദേശിച്ചത് 369 മൈനസ് 25P പ്ലസ് 981 മൈനസ് 037. ഓക്കെ, നമുക്ക് ഈ 25P എന്ന് പറയുന്ന ഡിജിറ്റ് ഒരു ഫുൾ ഡിജിറ്റ് ആണ്. അതൊരിക്കലും ഒരു വേരിയബിൾ ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്തത്. ഇത് നമുക്ക് അങ്ങനെ എഴുതാം, 250 പ്ലസ് പി എന്ന് എഴുതി കൂടെ. അത് പിയുടെ വാല്യൂ 3 ആണെങ്കിൽ 250 പ്ലസ് 3 253 ആയില്ലേ? അതുപോലെ എന്നിട്ട് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ
നമുക്ക് 1063 പ്ലസ് പി എന്ന് വരും. ഇനി 1063 നമുക്ക് 7 വെച്ച് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 136 വരുമ്പോൾ 5, 13 ഒരു പ്രാവശ്യം ഇൻറ്റു 7 6 ഇവിടെ മൈനസ് പി ഉണ്ടോ? കാരണം 250 പ്ലസ് പി ഓൺ മൈനസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് മൈനസ് പി എന്ന് പറയുന്നത് 7ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗം, അതായത് ഈ ഭാഗം ഓൾറെഡി 7ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഉള്ളത് 6 മൈനസ് പി എന്ന് പറയുന്നത് കൂടി 7ന്റെ മൾട്ടിപ്പിൾ ആണ്. പക്ഷെ പി എന്ന് പറയുന്നത് ഒരു 1 ഡിജിറ്റ് നമ്പർ ആണ്. ഓക്കെ, 6 മൈനസ് 1 ഡിജിറ്റ് നമ്പർ എന്താ പറയുക, പോസിറ്റീവ് നമ്പർ കിട്ടണമെങ്കിൽ എന്താണേലും നമുക്ക് ഈ സംഖ്യ, ഈ 6 മൈനസ് പി എന്ന് പറയുന്നത് 0, 7, 14 അങ്ങനെ 7ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 0 ആവാം. ഇവിടെ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ എന്താ? നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ചിട്ട് ഇതിനകത്തുള്ള വാല്യൂ 0 ചെയ്യാം. നമ്മൾ 6 മൈനസ് പി ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിയുടെ വാല്യൂ നമുക്ക് 6 എന്ന് കിട്ടും. ഓക്കെ, ഇത് മനസ്സിലായെന്ന് കരുതുമോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. For any choices of values x, y, and z, the 6-digit number of the form xyz is divisible by. ആദ്യം നമുക്ക് ഇതിന്റെ നമ്മൾ പഠിച്ച രീതിയിൽ ഇത് ഡിവിസിബിൾ ആണോ അല്ലയോ ചെക്ക് ചെയ്യാം. നോക്കിക്കേ, എക്സ് വൈ ഇസഡ് എക്സ് വൈ ഇസഡ് 11ന്റെ മൾട്ടിപ്പിൾ വെച്ചിട്ടാണെങ്കിൽ ഓൾട്ടർനേറ്റ് അറൗണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണം. അപ്പൊ ഇസഡ് പ്ലസ് എക്സ് പ്ലസ് വൈ, z plus x plus y minus y plus z plus x, y plus z plus x. കാരണം എല്ലാവരും ക്യാൻസൽ ഔട്ട് ആയപ്പോൾ 0. 7 13 ഒരേപോലെ നമുക്ക് എന്താ 6 ഡിജിറ്റ്സ് ഒക്കെ വരുന്ന കേസിൽ നമുക്ക് ഒരേപോലെ സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ട്രിപ്ലെറ്റ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക, എന്നിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട്. അപ്പൊ ആദ്യത്തെ ട്രിപ്ലെറ്റ് എക്സ് വൈ സെഡ് മൈനസ് അടുത്ത ട്രിപ്ലെറ്റും എക്സ് വൈ സെഡ് തന്നെ, എന്നപ്പോൾ 0. ഓക്കെ, എന്നപ്പോൾ നമുക്ക് എന്താ മനസ്സിലായി? ഇവരെ 3 പേരും ഡിവിസിബിൾ ആണ്. അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. പക്ഷെ ഇവിടെ ഞാൻ ഈ ക്വസ്റ്റ്യനെ കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഈ എക്സ് വൈ സെഡ് എന്ന് പറയുന്ന നമ്പർ അത് ഏത് സംഖ്യ ആയിക്കോട്ടെ, ഈ എക്സിനും വൈക്ക് ഏത് വാല്യൂ ആയിക്കോട്ടെ, ഇറ്റ് ഇസ് ഓൾവേസ് ഡിവിസിബിൾ ബൈ 1001. അതാണ് ഞാൻ പറയുന്നത്. ഫാക്ടർ ആണ് 7 into 11 into 13 ആണ് ഈ 1001. ഇത് ഓർത്ത് വെക്കുക. ഇങ്ങനത്തെ 6 ഡിജിറ്റ് നമ്പേഴ്സ് കാണുമ്പോൾ, എക്സ് വൈ കാണുമ്പോൾ ഉറപ്പായിട്ടും അവർ 7ന്റെ 11ന്റെയും 13ന്റെയും മൾട്ടിപ്പിൾസ് ആയിരിക്കും. അതിന് പുറമെ 1001ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിക്കേ. Each digit of a 9-digit number is 1. It is multiplied by itself. What is the sum of the digits of the resulting number? Okay, എല്ലാ സംഖ്യയും 1. 1, 2, 3, 4, 5, 6, 7, 8, 9. ഇതിന്റെ സ്ക്വയർ അല്ലേ? നോക്കിക്കേ, ഇതിന്റെ സം ഓഫ് ഡിജിറ്റ്സ് എത്രയാ? 9 പ്രാവശ്യം 1 ഉണ്ട്, അതായത് 9. ഓക്കെ, ഇതിന്റെ സ്ക്വയറിന്റെ സം ഓഫ് ഡിജിറ്റ്സ് എന്തായിരിക്കും? 9ന്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ ആയിരിക്കില്ലേ? കാരണം ഇത് ഓൾറെഡി 9ന്റെ ഡിവിസിബിൾ ആണ്. നമ്മൾ പഠിച്ചു 9ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ആ തന്നിരിക്കുന്ന നമ്പറിന്റെ ഡിജിറ്റ്സിന്റെ സമ്മ് 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി ഓപ്ഷൻസ് നോക്കിക്കേ, ആ ഓപ്ഷൻസിനകത്ത് 9ന്റെ മൾട്ടിപ്പിൾ ഏതാ ഉള്ളത്? ഓപ്ഷൻ നമ്പർ സി അല്ലേ ഉള്ളൂ. ഓക്കെ, 81 മാത്രമേ ഉള്ളൂ. സിമ്പിൾ. നമുക്ക് ഇടിക്കുമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നെക്സ്റ്റ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കഴിഞ്ഞ. ഓക്കെ, സോ ഈ സെഷനിൽ നമ്മൾ ഡിവിസിബിലിറ്റി റൂൾസ് കണ്ടു. 2, 4, 8ന്റെ ഡിവിസിബിലിറ്റി റൂൾസ് എന്തായിരുന്നു? 2 ഈവൻ നമ്പേഴ്സ് എല്ലാം 4 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 8ന്റെ കാര്യത്തിൽ അവസാനത്തെ 3 ഡിജിറ്റ് 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. പിന്നെ നമ്മൾ 3യുടെ സം ഓഫ് ദ ഡിജിറ്റ്സ് 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. 9 അതുപോലെ തന്നെ സം ഓഫ് ദ ഡിജിറ്റ്സ് 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. പിന്നെ 6 വരുമ്പോഴേക്കും ഈവൻ നമ്പർ ആയിരിക്കാം, 3യുടെ ഡിവിസിബിലിറ്റി റൂൾ വേണം. 5 and 10 നമുക്ക് ഓൾറെഡി അറിയാം. പിന്നെ 7
നമ്മൾ -2 എന്ന് പറയുന്ന ഓസിലേറ്റ് ചെയ്യണം. ആദ്യമേ ലാസ്റ്റ് ഡിജിറ്റ് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് സബ്സ്ട്രാക്ട് ചെയ്യുന്നു. 13 അത് 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ കുറച്ച് പ്രൈവസി പ്രോസസ് പ്രാക്ടീസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. കാരണം എല്ലാ വർഷവും ഒരു ക്വസ്റ്റനെങ്കിലും മിനിമം ഡിവിസിബിലിറ്റിക്കകത്തുനിന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഈ ലെക്ചർ മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.